അഞ്ചാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ആയ സർ റോജർ ആറ്റ് ദി അസൈസ് എന്ന് പറഞ്ഞ ഒരു എസ്സേ ആണ്. അതൊരു വെറും ഒരു എസ്സേ അല്ല, ഇറ്റ് ഈസ് എ സറ്റാരിക്കൽ എസ്സേ. ഓക്കേ, സറ്റാരിക്കൽ എസ്സേ ആണ് ബൈ ജോസഫ് ആഡിസൺ. ഓക്കേ, ജോസഫ് ആഡിസന്റെ ഒരു സറ്റാരിക്കൽ എസ്സേ ആണിത്. ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കേ, സോ നമുക്ക് നേരെ ഇതിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിലോട്ട് പോകാം. ഓക്കേ, സോ ഫസ്റ്റ് ഞാൻ പറയാം, സർ റോജർ ആറ്റ് ദി അസൈസ് എന്ന് പറയുന്നത് ഒരു സറ്റാരിക്കൽ എസ്സേ ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജോസഫ് ആഡിസൺ അല്ലേ. സോ ഇവിടെ ജോസഫ് ആഡിസൺ നൽകിയിട്ടുള്ള ഈ ഒരു ഇതിന്റെ ടോണും, ഈ എസ്സേന്റെ ടോണും അതേപോലെ തന്നെ അപ്രോച്ചും എന്തിനെ വ്യക്തമാക്കുന്നു, ഈ എസ്സേന്റെ സെൻസിനെ വളരെയേറെ വ്യക്തമാക്കുന്നു. ആസ് വി ഓൾറെഡി നോ ദാറ്റ്, നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഇറ്റ് ഈസ് എ സറ്റാരിക്കൽ അല്ലേ. സോ അതുകൊണ്ട് ഒരു ആക്ഷേപഹാസ്യത്തിന്റെ ഒരു എസ്സേ ആണ്, ആക്ഷേപഹാസ്യം അടങ്ങിയിട്ടുള്ള ഒരു എസ്സേ ആയതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ അംശങ്ങളും അതിന്റെ എല്ലാ സെൻസും ഈ ഒരു എസ്സേയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും അല്ലെ. ഈ ഒരു എസ്സേയിൽ കണ്ടന്റിലും അതേപോലെ തന്നെ ഫോർമിലും വരുന്ന മിസ്മാച്ചുകൾ എല്ലാം തന്നെ എന്താണ്, സർ റോജേഴ്സിന്റെ ക്യാരക്ടറിനെ ചിത്രീകരിക്കാനായിട്ട് ആരുപയോഗിച്ച വിദ്യയാണ്, ജോസഫ് ആഡിസൺ ഉപയോഗിച്ച വിദ്യയാണ്. മനസ്സിലായല്ലോ. നമുക്ക് നോക്കാം ആരാണ് സർ റോജർ എന്ന് നമുക്ക് നോക്കാം അല്ലെ. സർ റോജർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരും വളരെയേറെ ബഹുമാനിക്കുന്ന, അഥവാ സമൂഹത്തിലെ എല്ലാവരും വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്, സർ റോജർ എന്ന് പറയുന്നത് അല്ലെ. ഇദ്ദേഹത്തെ സർ റോജറിനെ ഇവിടെ തോമസ് ആഡിസൺ ഏത് രൂപത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്, വിത്ത് എ മൈൽഡ് സറ്റയർ, ഒരു ലെവലേശം ഹാസ്യത്തോടു കൂടിയാണ് ഈ ആഡിസൺ എന്ത് ചെയ്തിട്ടുള്ളത്, സർ റോജറിനെ എപ്പോഴും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഇമേജറി ക്യാരക്ടറായ സർ റോജറിനെ ഡെപിക്റ്റ് ചെയ്യുന്ന, ഓക്കെ, അപ്പൊ സർ റോജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇമാജിനറി ക്യാരക്ടർ ആണല്ലേ. ഓക്കെ, സോ ഒരു ഇമാജിനറി ക്യാരക്ടറിനെ ഡെപിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഏത്, സർ റോജർ. മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള, ഇവിടെ ആരാണ് നറേറ്റർ, ഇവിടെ നറേറ്റർ എന്ന് പറയുന്നത് സർ റോജറിന്റെ ഒരു കൂട്ടുകാരനാണ് ഇവിടെ നറേറ്റർ. ഓക്കെ, ഈ കൂട്ടുകാരനാണ് സർ റോജറിന്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ടൈം ടു ടൈം എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് വിത്ത് എ ടിഞ്ച് ഓഫ് ഹ്യൂമർ. എങ്ങനെയാണ്, വെറുതെ അങ്ങോട്ട് നോട്ട് ചെയ്യല്ല. ഈ നറേറ്റർ ഏത് രീതിക്കാണ് ഈ സർ റോജറിനെ നറേറ്റ് ചെയ്യുന്നത്, വിത്ത് എ ടിഞ്ച് ഓഫ് ഹ്യൂമർ. അതിനർത്ഥം എന്താ, ചെറിയ രീതിക്കുള്ള ഹ്യൂമർ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സർ റോജറിന്റെ എല്ലാ കാര്യങ്ങളും ആര് എഴുതുന്നത്, ഈ നറേറ്റർ എഴുതുന്നത്. മനസ്സിലായല്ലോ. സോ ഇത്തരത്തിലാണ് ജോസഫ് ആഡിസൺ ഈ ഒരു സറ്റാരിക്കൽ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ എസ്സേയിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് വിത്ത് ഡിഫറെന്റ് കോൺട്രാക്റ്റിംഗ് ട്രൈബ്സ്. അതായത് ഒരുപാട് കഴിവുകളില്ല, അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു എസ്സേയിൽ, ഈ ഒരു സറ്റാരിക്കൽ എസ്സേയിൽ കാണാൻ സാധിക്കും. അവരെ നമുക്ക് നോക്കാം. അവരാരൊക്കെ നോക്കാം. ഒന്നാമത്തെ ആൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരാ, ദി ഇമാജിനറി ക്യാരക്ടർ സർ റോജർ അല്ലെ. സർ റോജർ മാത്രമല്ല ടോം ടച്ചി ആൻഡ് യോമൻ. മനസ്സിലായല്ലോ. ഇത്തരത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെയാണ് നമ്മുടെ ജോസഫ് ആഡിസൺ ഈ ഒരു എസ്സേയിലൂടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് യോമനെ എത്തരത്തിലാണ് ഇതിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ യോമനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഒരു ഹ്യൂമറസ് ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, ഭയങ്കര തമാശയേറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആർക്ക് കവി കൊടുത്തിട്ടുള്ളത്, യോമൻ കൊടുത്തിട്ടുള്ളത്. യോമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഈ യോമൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം വളരെ നല്ല കഥാപാത്രം ആയിരുന്നേനെ ഇദ്ദേഹം ഒരുപാട്
പക്ഷികളെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൊന്നു കളയുന്നുണ്ട് ഈ ഒരു എസ്സേയിൽ. ഓക്കെ, കൊന്നു കളയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് കൊന്നു കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ യോമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു കഥാപാത്രമായിട്ട് തന്നെ ചിത്രീകരിക്കാമായിരുന്നു. പക്ഷേ നിലവിൽ അതല്ല. നിലവിൽ യോമൻ എന്ന് പറഞ്ഞ കഥാപാത്രം നല്ലൊരു ഇൻഡിവിജ്വൽ, അതായത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പക്ഷേ ഇദ്ദേഹം ഒരുപാടധികം പക്ഷികളെ കൊന്നു കളഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു പട്ടം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. മനസ്സിലായല്ലോ? മാത്രമല്ല ഇവിടെ കർഷകരെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയാം, കർഷകൻ, ഒരു ഫാർമർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഡിനറി ഇംഗ്ലീഷ്മാനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഏത്? ഫാർമർ എന്ന് പറയുന്നത്. അത് ഏത് കാലത്ത്? ആഡിസന്റെ കാലത്ത് കേട്ടോ. ആഡിസന്റെ കാലത്ത് ഫാർമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഡിനറി ഇംഗ്ലീഷ്മാൻ ആണ്. ഓക്കെ, സോ അത്തരത്തിൽ അവരെയും ഈ ഒരു എസ്സേയിൽ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ഒരു കഥാപാത്രമാണ് ഏത്? ടോം ടച്ചി അല്ലെ? ടോം ടച്ചി എന്ന് പറയുന്നത് ഒരു നൊട്ടോറിയസ് ക്യാരക്ടറാണ്. ഓക്കെ, ഒരു നൊട്ടോറിയസ് ക്യാരക്ടറാണ്. കാരണം ഇദ്ദേഹം എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യും? ലീഗൽ മെഷേഴ്സ് എടുക്കും. ഓക്കെ, എന്ത് സില്ലി ആയിട്ടുള്ള ചെറിയൊരു കാര്യമായിരുന്നാൽ പോലും അതിനൊക്കെ എന്ത് ചെയ്യും? ഇയാൾ ലീഗൽ മെഷേഴ്സ് എടുക്കും. ആര്? ടോം ടച്ചി. അതായത് ഈ ടോം ടച്ചി എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ഫാമിലി, ഭയങ്കര വെൽത്ത് ഉള്ള, സമ്പത്തുള്ള ഫാമിലിത്തെ ഒരു അംഗമാണ് ആര്? ടോം ടച്ചി. പക്ഷെ ഇയാളുടെ സ്വഭാവം ഈ ക്യാരക്ടറുടെ സ്വഭാവം എന്താന്ന് വെച്ചാൽ എല്ലാവരെയും എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭയങ്കര ലീഗൽ ആക്ഷൻസ് എടുക്കും. മനസ്സിലായല്ലോ? അങ്ങനെ ലീഗൽ ആക്ഷൻസ് എടുക്കാനായിട്ടാണ് ഇദ്ദേഹത്തിന്റെ വെൽത്ത്, കുടുംബ സ്വത്ത് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ അത് ഏതുവരെ നീണ്ടു നിന്നു? ഏതുവരെ എക്സ്റ്റെൻഡ് ചെയ്തു നിന്നു? തന്റെ കുടുംബത്തിന്റെ വെൽത്ത്, തന്റെ കുടുംബത്തിന്റെ സമ്പത്ത് മൊത്തം നഷ്ടപ്പെടുന്ന അത്രയും ഈ ടോം ടച്ചി എന്ത് ചെയ്തിട്ടുണ്ട്? തന്റെ കുടുംബ സ്വത്തും കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ അങ്ങോട്ട് ചെലവാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? വെറുതെ ലീഗൽ മെഷേഴ്സ് എടുക്കാൻ വേണ്ടി. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു എസ്സേയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് എന്താ, ഇദ്ദേഹത്തിന്റെ ടോം ടച്ചിന്റെ നാട്ടിലുള്ള രണ്ട് ആളുകൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, അതും ഒരു സില്ലി മാറ്ററിന് വേണ്ടിയിട്ട്, ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാൾ എന്ത് നടപ്പിലാക്കി എന്നാ പറയുന്നത്? ലീഗൽ മെഷേഴ്സ് നടപ്പിലാക്കി എന്നാ പറഞ്ഞു. ഇദ്ദേഹത്തിന് റിച്ച് ഫാമിലിയിലായതുകൊണ്ട് എന്താ, തന്റെ കുടുംബത്തിൽ ഇങ്ങനെ സ്വത്തുകൾ എടുക്കും, സമ്പത്ത് എടുക്കും, ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരുടെ കുടുംബം പാപ്പരാകുന്നത് വരെ ഈ ടോം ടച്ചി എന്ന് പറഞ്ഞ ഒരു നൊട്ടോറിയസ് ക്യാരക്ടർ അല്ലെ തന്റെ വെൽത്ത് ഉപയോഗിച്ചു. ഇങ്ങനെയാണ് ടോം ടച്ചിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? എസ്സേയില് ഇങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ എസ്സേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്? സർ റോജറിന്റെ സർ റോജറിന്റെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കാണിക്കുന്ന ഒരു ഇവന്റ് ആണ്. ഓക്കെ, ആ ഇവന്റ് ഏതാണ്? ആ ഇവന്റ് എന്ന് പറയുന്നത് വില്യം വിംബിളും അതേപോലെ തന്നെ ടോം ടച്ചിയും റിവർ, അതായത് നദിയിൽ മീൻ പിടിക്കുക എന്നതിനെ തുടർന്നുണ്ടായിരുന്ന, അല്ലെങ്കിൽ എന്ന ഒരു വിഷയത്തെ തുടർന്ന് അവർ തമ്മിൽ ഉണ്ടായിരുന്ന ചില കശവിശ അഥവാ ചില തർക്കങ്ങൾ, ആ തർക്കങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ അതിനെ തുടർന്ന് വന്ന സംഭവങ്ങളിലൂടെയാണ് നമുക്ക് സർ റോജറിന്റെ ഒരു ഹ്യൂമറസ് ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യുന്നത്? സാധിക്കുന്നത്. അങ്ങനെ ഒരു റിവറിൽ മീൻപിടുത്തത്തിനെ കുറിച്ച് ചൊല്ലി ടോം ടച്ചിയും അതേപോലെ തന്നെ വിൽ വിംബിളും കൂടി എന്ത് ചെയ്തു? അവർ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഇതിൽ ഏറ്റവും വലിയ ഒരു ബ്രില്യൻസ്, സറ്റൈറിക്കൽ ബ്രില്യൻസ് അല്ലെ, ആക്ഷേപഹാസ്യത്തിന്റെ ബ്രില്യൻസ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടത് എന്തിനെയാണെന്ന് അറിയാമോ? അതായത് ഇതിനെ ചൊല്ലി ഇവരെ രണ്ടുപേരെയും എന്ത് ചെയ്തു? കോർട്ടിന്റെ മുൻപിൽ ഹാജരാക്കി. എത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. അപ്പൊ ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലുള്ള ആ ഒരു സൊസൈറ്റിക്ക്, ആ സൊസൈറ്റിനെ അല്ലേ യഥാർത്ഥത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ ഈ ഒരു പോയറ്റായ നമ്മുടെ ഈ പോയറ്റിനെ അത്രയും അല്ലെ, ആഡിസൺ അത്രയും നല്ല രീതിക്കാണ് ലൈക്ക് ഹ്യൂമറസ് വേയിലൂടെയാണ് ആ ഒരു സൊസൈറ്റിനെ, ആ കാലഘട്ടത്തിലെ ആ സൊസൈറ്റിനെ ക്രിട്ടിസൈസ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂലെ. അതായത് പുഴയിൽ മീൻ പിടിക്കുന്നതിനെ ചൊല്ലി തർക്കങ്ങൾ, അവർ രണ്ടുപേരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായാൽ അവരെ കോടതിയുടെ മുൻപിൽ ഹാജരാക്കി എത്രേ അല്ലേ. സോ അത്തരത്തിൽ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സറ്റൈറിക്കൽ ബ്രില്യൻസ് അല്ലെ, അവിടെ ആക്ഷേപഹാസ്യത്തിന്റെ ബ്രില്യൻസ് ഉണരുന്നത് യഥാർത്ഥത്തിൽ അവിടെയാണ്. ഓക്കെ, സോ അതിനെ തുടർന്ന് ഇതിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴേക്കും എന്താണ്
പോലും കോടതിയിൽ എത്താൻ ഒരുപാട് വൈകിപ്പോയി. മനസ്സിലായി? കോടതിയിൽ ഒരുപാട് വൈകിട്ടാണ്, ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് എത്തിയത്. എന്നിരുന്നാലും റോജർ എന്ത് ചെയ്തു അത്രേ? മുൻപിൽ കയറി ഇന്ന് പ്രസംഗിച്ചത്രേ, അല്ലെ? മുൻപിൽ വന്ന് ഇങ്ങനെ ഇൻഅപ്രോപ്രിയേറ്റ് വേയില് ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രസംഗിച്ചു. എന്തിനു വേണ്ടിയിട്ട് അയാൾ പ്രസംഗിച്ചേ? ജനങ്ങൾ അവരുടെ മുൻപിൽ, അയാളുടെ മുൻപിൽ ജനങ്ങൾ കൂടാനും ഈ പ്രസംഗം കേട്ട ആൾക്കാരൊക്കെ എന്താ കൈ തട്ടിയിട്ട് ഈ സർ റോജറിനെ ഇങ്ങനെ പ്രൈസ് ചെയ്യാനും, അല്ലെ, പുകഴ്ത്താനും വേണ്ടിയിട്ടായിരുന്നു അത്രേ സർ റോജർ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. മനസ്സിലായല്ലോ? സോ ഇതിലൂടെ ഇദ്ദേഹത്തിന്റെ ഒരു ഹ്യൂമറസ് ഷെയ്ഡും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിലൂടെ നമുക്ക് സർ റോജറിന്റെ ക്യാരക്ടർ ഏകദേശം എന്ത് ചെയ്തു? മനസ്സിലാക്കാൻ സാധിച്ചു. ആ സ്പീച്ച് എന്തിനാണ് അവർ സർ റോജർ അവിടെ അവതരിപ്പിച്ചത്? ഇൻഅപ്രോപ്രിയേറ്റ് വേ, അല്ലെ? ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്, അല്ലെ? സോ ഇതിലൂടെയൊക്കെയാണ് നമുക്ക് എന്ത് മനസ്സിലായത്? സർ റോജറിന്റെ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇത്രയും സമൂഹത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന സർ റോജർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിനെ ഇത്തരത്തിലാണ് ആഡിൻസൺ എന്ത് ചെയ്തത്? സറ്റൈറിക്കൽ ആയിട്ട് ഇന്ന ഹ്യൂമറസ് വേയിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്തത്? നറേറ്റ് ചെയ്തത്. മനസ്സിലായല്ലോ? ഇനി ഇതിന്റെ ഫൈനൽ പാരഗ്രാഫ് ഉണ്ട്. ഓക്കെ, അതായത് ഈ എസ്സേന്റെ ഫൈനൽ പാരഗ്രാഫില് നമ്മുടെ നറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് കാര്യങ്ങളെല്ലാം, അല്ലെ, ഇത്രയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും സറ്റൈറിക്കൽ വേയിലും അതേപോലെ തന്നെ അയോണിക്കൽ ഓവർടോൺസ് എല്ലാം ഉപയോഗിച്ച് വളരെ നല്ല രീതിക്കാണ് ഈ ഒരു എസ്സേ എന്ത് ചെയ്തത്? ഈ നറേറ്റർ ഒരു എൻഡിങ്, ഒരു അവസാനത്തിലേക്ക് കൊണ്ടുവന്നത്. മനസ്സിലായല്ലോ? നോക്കാം. അതായത് സർ റോജറിന്റെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല സറ്റൈറിക്കൽ ആയിട്ടുള്ള ഒരു ആക്ഷേപഹാസ്യത്തിന്റെ ഉപയോഗത്തോടു കൂടിയാണ് ഈ ഒരു എസ്സേ എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. മനസ്സിലായല്ലോ? നോക്കാം. ഇദ്ദേഹം ആഡിൻസൺ യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? തന്റെ അയോണിക് ഓവർടോൺസും അതേപോലെ തന്നെ ആക്ഷേപഹാസ്യം, സറ്റൈറിക്കൽ ഓവർടോൺസും രണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു സറ്റൈറിക്കൽ എസ്സേ വളരെ ഭംഗിയായ രീതിക്ക് തന്നെയാണ് ഈ ആഡിൻസൺ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മുൻപിലായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്താന്ന് വെച്ചാൽ ഇത് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ ക്രിട്ടിക്കൽ അപ്രിസിയേഷനിൽ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് വിട്ട് കളയാനില്ല. ഓക്കെ, അത്രയും നന്നായി നിങ്ങൾ മനസ്സിലാക്കി, ആദ്യം മനസ്സിലാക്കി ഓൺവേർഡ്സിൽ വേണം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാനാ? ഒരു എസ്സേ ആയിക്കോട്ടെ, ഒരു പോയം ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഓൺ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. യഥാർത്ഥത്തിൽ അതിലുള്ള പോയറ്റിക് ഡിവൈസസ്, പോയം ആണെങ്കിൽ പോയറ്റിക്കൽ ഡിവൈസസ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാതും ഉപയോഗിച്ച് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ, അല്ലെ, ഉദാഹരണങ്ങളോടുകൂടി ക്രിട്ടിക്കൽ അനലൈസേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പൂർത്തിയാക്കണം. മനസ്സിലായല്ലോ? സോ ഇത്രയേ ഉള്ളൂ. ഇനി ആ ടെക്സ്റ്റ് ബുക്ക് ഒന്നെടുത്ത് വായിച്ചു നോക്കുക. ഓക്കെ, ഈ എസ്സേ, ഈ സറ്റൈറിക്കൽ എസ്സേ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, സോ വായിച്ചു നോക്കിയിട്ട് നന്നായി ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ ആൻഡ് താങ്ക് യു.